നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലത്ത് വാഹനാപകടത്തിൽ മരിച്ച വൃദ്ധന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. ആശ്രമം സ്വദേശി പാപ്പച്ചനാണ് കൊല്ലപ്പെട്ടത്. പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരിയടക്കം 5 പേരാണ് പ്രതികൾ. സ്വകാര്യ ബാങ്കിലെ വനിതാ മാനേജരായ സരിതയാണ് പണം തട്ടിയെടുക്കുവാൻ കൊട്ടേഷൻ നൽകിയത്. സരിതയും കൊട്ടേഷൻ ഏറ്റെടുത്ത അനിമോനും പോലീസിന്റെ കസ്റ്റഡിയിലായി. BSNL റിട്ടയർഡ് ഡിവിഷണൽ എഞ്ചിനീയറായ സി പാപ്പച്ചൻ മെയ് 26-നാണ് മരിച്ചത്. പാപ്പച്ചന്റെ മരണം റോഡപകടമാണെന്ന നിഗമനത്തിൽ അന്വേഷണം അവസാനിപ്പിക്കുവാൻ ഒരുങ്ങുമ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുതകൾ പുറത്തു വന്നത്. വിരമിക്കൽ ആനുകൂല്യമായി കിട്ടിയ പണം സ്വകാര്യ ബാങ്കിൽ സ്ഥിര നിക്ഷേപമായി ഇട്ടിരുന്ന പാപ്പച്ചൻ ബാങ്കിലെ ജീവനക്കാരുമായി നല്ല ബന്ധത്തിലായിരുന്നു. എന്നാൽ പാപ്പച്ചൻ കുടുംബവുമായി നല്ല ബന്ധത്തിലല്ല എന്ന വിവരം മാനേജർ അടക്കമുള്ളവർക്ക് അറിയാമായിരുന്നു. പാപ്പച്ചൻ മരിച്ചാൽ തുക ചോദിച്ചാലും വരില്ലെന്നും വ്യക്തമായി മനസ്സിലാക്കിയാണ് സരിത പദ്ധതികൾ ആസൂത്രണം ചെയ്തത്. അനിമോൻ വാടകയ്ക്കെടുത്ത കാർ പാപ്പച്ചൻ ഓടിച്ച സൈക്കിളിലേക്ക് ഇടിച്ചു കയറ്റിയാണ് അപകടം ഉണ്ടാക്കിയത്. ആശ്രമം മൈതാനത്തിന് തൊട്ടടുത്തുള്ള ഇടവഴിയിലായിരുന്നു അപകടം. സ്ഥിരമായി സൈക്കിൾ മാത്രം ഉപയോഗിച്ചിരുന്നയാളാണ് പാപ്പച്ചൻ. 100-ലധികം CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചാണ് പ്രതികളിലേക്ക് എത്തിച്ചേർന്നത്. കൊല്ലം ACP ഷെരീഫിന്റെ നേതൃത്വത്തിൽ കൊല്ലം ഈസ്റ്റ് ഇൻസ്പെക്ടർ അനിൽകുമാർ, SI ശബനം, ഗ്രേഡ് സബ് ഇൻസ്പെക്ടർമാരായ അശോക് കുമാർ, നിസാമുദ്ദീൻ, അനിൽ MG, CPOമാരായ ഷെഫീഖ്, അനു, അജയൻ, ഷൈജു, അനീഷ്, അൻഷാദ് എന്നിവരുടെ അന്വേഷണത്തിൽ നൂറുകണക്കിന് CCTV ദൃശ്യങ്ങളും അതിൽ നിന്നും ലഭ്യമായ കാറിന്റെ ദൃശ്യവും പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വാഹനം തിരിച്ചറിയുകയും സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരായ സരിതയുടെയും അനൂപിന്റെയും കൊട്ടേഷൻ പ്രകാരമാണ് വാഹനം കയറ്റി കൊലപ്പെടുത്തിയതെന്ന് കാറിന്റെ ഡ്രൈവർ സമ്മതിക്കുകയും ചെയ്തു. ആസൂത്രകയായ സരിതയെ തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു.